విగ్రహం ఎవరిది తాతయ్య? ఈ విగ్రహం ఎన్నో ఏళ్ల క్రితం నుండి ఇక్కడే ఉంది. ఎవరు పెట్టారో తెలియదు. అంత క్రితం ఉన్న వాళ్ళు పెట్టుండొచ్చు. అది సరే గాని ఇంకా మీ వాళ్ళు ఎవరైనా రావాల్సి ఉన్నారా? ఇంకా ఎవరు లేరు. എടാ തിരിഞ്ഞൊക്കെ പേടി അവിടെ എത്ര വീട് നോക്ക്. ഞാൻ നോക്കൂല. ഭാഗ്യ പ്രതിമയ്ക്കൊന്നും പറ്റില്ല തോന്നുന്നു. പ്രതിമ മേടിച്ച ദൈവമേ കണ്ണി കണ്ടവന്റെ വണ്ടിയാണ്. ശർവാണി ഇട്ട് കിടന്ന് നിരങ്ങും. വല്ല രക്ഷപ്പെട്ട നീ പറയുന്നോ? ഒരു കൂട്ടം വരുന്നുണ്ടല്ലോ. എടാ പണി പാളി. ഓ മലയാളികളാണല്ലേ? ഇങ്ങോട്ട് ഇറങ്ങടാ. സോറി. എടാ വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ ഓടിക്കരുത്, മനസ്സിലാടാ ഇഡിയറ്റ്സ്. ചേട്ടാ ഒന്നും പറ്റാത്തതിൽ സന്തോഷിക്കല്ലേട്ടാ വേണ്ടത്. ഓഹോ എടാ പ്രതിമ എങ്ങനെ തലവണ ഞാൻ ചത്തു വരുന്നെങ്കിലോ? എന്റെ കാര്യം പോട്ടെ. ശ്രാവണിയുടെ മുതുമുത്തശ്ശൻ മിസ്റ്റർ പുലിവാൽ ദേവന്റെ പ്രതിമയാണത്. അദ്ദേഹത്തിന്റെ ഏക ഓർമ്മ. എടാ അവരിനി എങ്ങനെ അദ്ദേഹത്തിന്റെ മുഖം കാണും? ആവോ ఎవడ్రా మీరు? అది ఈ నా కొడుకుల్ని పోలీసులు పట్టిద్దాం. ഷോബി സാറിന്റെ സ്റ്റുഡന്റ് ഞങ്ങൾ കല്യാണം കൂടാൻ വന്നു. ప్లీజ్ ఏటా ഒന്ന് പറയട്ടെ. కళ్యాణం కూడా ఇంగిరా ఉండవరునే. కళ్యాణం కూడా ఇంగిరా ఉండవరునే. వదిలేనా? వాళ్ళు పెళ్లి చూడటానికి వచ్చిన వాళ్ళు, మన అతిథులు, పెళ్లి కొడుకు తరపున బంధువులు కూడా. ఏం అవలేదు కదా, వదిలేనా? താങ്ക് യു അപ്പൂപ്പ. ആദി റീനു കണ്ടില്ലേ? ഇവരെന്നെ കൊല്ലാൻ നോക്കി വണ്ടി അടിച്ച്. ഞാനിപ്പോ ചത്തുപോയനെ. ഇല്ല ഞങ്ങളത് മനഃപൂർവ്വം. എവിടെ നോക്കിട്ടാണോ വണ്ടി ഓടിക്കുന്നേ? തന്റെ മുഖത്ത് എന്താ കണ്ണില്ലേ? കണ്ണിന് ചെറിയൊരു കാഴ്ചക്കുറവ് പോലെ ഉണ്ട്. ആക്സിഡന്റലി പറ്റിയതല്ലേ, പോട്ടെ. മലയാളികളല്ലേ അവര്? റീനു മലയാളികളാണ് ഏറ്റവും വലിയ പ്രശ്നക്കാര്. ആദി വിട്. അവരൊന്നാമത് പേടിച്ചായിരിക്കുന്നേ. ഇതിൽ കൂടുതൽ സീനാക്കട്ടെ. വന്നേ നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. വന്നേ. അവനെന്നെ അറിയില്ല. എന്റെ പഴയ സ്വഭാവമായിരുന്നു കേട്ടല്ലോ. എന്ത് കരഞ്ഞു കാല് പിടിക്കോ? അവർ വൃത്തിയിട്ടവൻ എന്നെ പിടിച്ച് ഇടിച്ചേനാട്. ഇപ്പോ ഇവനെന്ത് ഇത്ര ചൂടായത്? ആർക്കൊന്നും പറ്റിയില്ലല്ലോ. എല്ലാരും ചാടി രക്ഷപ്പെട്ടില്ലേ? എന്ത് പരിപാടിയാണ് കാണിച്ചത്? സൗണ്ട് കേട്ടപ്പോഴേ എനിക്ക് തോന്നി എന്റെ സ്റ്റുഡൻസ് ആരെങ്കിലും ആയിരിക്കും. ഫോർമാലിറ്റി കല്യാണം വിളിച്ച് അപ്പൊ തന്നെ കെട്ടിയെടുക്കാണ്. അത് ശരി. എന്നാ ഞങ്ങള് തിരിച്ചു നോക്കോളാം. ആ പെട്രോൾ കാശും കിട്ടുക 3000 രൂപ കൊടുക്ക്. തമാശ പറയാനും പറ്റൂലേ? നിങ്ങളൊന്ന് പോണ്ട. ഞാൻ ഇവിടെ സ്റ്റേ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എടാ എന്റെ ഹൽദി ഉണ്ടെന്ന് അതൊക്കെ കണ്ടിരിക്കേ പ്ലീസ്. അതെ ഞാൻ പോയിന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. തിരിച്ചിടുമ്പോഴേക്കും പന്തലൊന്നും നശിപ്പിക്കരുത് പ്ലീസ്. എന്താണ് സാറേ? എന്തായാലും നമ്മള് വന്നല്ലടാ. എന്ത് വന്നായി? വന്ന വഴിക്ക് തന്നെ ആ പ്രതിമ മേടിച്ചിട്ട് ആകെ അലമ്പായി. ഓ വേറെ ഒന്നും നടന്നിട്ടില്ല. വേറെന്ത് നടക്കാൻ? എനിക്ക് അവളെ കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായടാ. അങ്ങോട്ട് തുറന്ന് സമ്മതിക്ക്. സിംഗിളായ മതിയായിരുന്നു. അതവള് സിംഗിളാണ്. അങ്ങനെ മനസ്സിലായി? അവളുടെ കണ്ണ് കണ്ടാലറിയാം. കണ്ണ് കണ്ടല്ലോ? അങ്ങനെ കണ്ണ് കണ്ടാലറിയാടാ. അല്ലടാ ഞാൻ സീരിയസ് ആയിട്ട് അറിയാൻ പാടാത്തോണ്ട് ചോദിക്കലാണ്. എങ്ങനെയാണ് ഈ കണ്ണ് കണ്ട് പിടിക്കുന്നത് സിംഗിളാണെന്ന്? ഇത് വല്ലാത്ത തൊന്തരവായത്. എടാ കണ്ണ് കണ്ടാലറിയാടാ. അത് പണ്ട് മുതലൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. നീ ഹൽദിയാണ്. എന്റെ പൊന്നോ. సూపర్. నేను వెళ్ళొస్తాను. ఎవరైనా చూస్తే బాగుండదు. మీరు కానివ్వండి.
എന്താ പറഞ്ഞേ? ആ Next we have a dance performance by our Austrian team. It's a traditional dance performance led by Reenu and her team. Let's give them a huge round of applause. സംഗമം വനവല്ലിക്കൂട് കണ്ടു കൊതിയോടെ അത് മുല്ലപ്പൂവായി നീളെ നീളെ വിരിഞ്ഞു. ഈ വാക്കുകൾ തേൻതുള്ളികൾ നീലത്തിങ്കൾ ബിംബം തൂകും അമൃതായി ഇന്ദ്രനീലരാഗച്ചെപ്പുകളിൽ നിറഞ്ഞു. യദുവലകോജി മുരടിയിലൂടാം ഞാൻ, യമുനയിലോളം പോ സിരകളിലാടാം ഞാൻ. സുരഭിലരാഗം താനം നീയും ഞാനും പാടും നേരം സ്വർഗീയം സ്വയം പരമധുമയ മൃദുല ഹൃദയ കഥകളറിയ. എടാ അടുത്തത് നമുക്ക് കയറി പാടിയല്ലേ? വെഡിങ് ക്രാഷേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നോ? നിനക്ക് മനസ്സിലായോ? റീനു സൂക്ഷിച്ചൊക്കെ ഇരുന്നോട്ടോ. ഈ മിർച്ചിയിലേറ്റൊക്കെ പൊട്ടിയപ്പോഴേ തലക്കൂടെ വീഴുന്നത് പറയാൻ പറ്റില്ല. ആദി റീനു, ഇറ്റ് വാസ് എ ജോക്ക്. വെരി ഫണ്ണി. എടാ കാത്തയൂണോക്കി വെള്ളാട്ടപ്പോക്കര് പോലെ. റീനു, റീനു, ഇതാണോ നിന്റെ ഹ്യൂമർ സെൻസ്? ഇഫ് യു ആസ്ക് മീ ടു റേറ്റ് യുവർ ഹ്യൂമർ സെൻസ്, ഐ വുഡ് റേറ്റ് യു 0.5 ഔട്ട് ഓഫ് 10. കണ്ടാടാ, നല്ല നല്ല കോമഡികൾക്ക് പെമ്പിള്ളേര് ചിരിക്കണ കേട്ടാ. എടാ നിന്റെ കോമഡിക്കൊന്നും അല്ല അവര് ചിരിച്ചത്. എന്നാ പിന്നെ നീ ഇത് പിടി മോനെ. ഇന്ന് ഷോബി സാറ് പറയണേ, കാറ് കുളത്തിനടുത്ത് പാർക്ക് ചെയ്തൂടെ, എന്നിട്ട് വേണം നമ്മൾ വെള്ളം കുടിച്ച് ചാവാൻ. റീനു, ഒരു ഫ്രോഗ് മാരേജിന് ഒരു സ്റ്റോറി ഉണ്ട്, മുട്ടൻ കോമഡിയാ. എന്റെ പൊന്ന്, അത് ഞങ്ങൾ സ്കൂൾ ടൈമിൽ വിട്ടാതെയാ. Fine, I'm going to change. അയ്യോ ജെകെ കിഡിങ് നിങ്ങൾ ഞാൻ കൊണ്ടുപോയടാ അവൻ. അവരവിടെ ഇരിപ്പുണ്ട്, നീ ചെന്ന് കഴിച്ചോന്ന് ചോദിക്കി. അല്ല, അവര് കഴിക്കുന്നത് നമ്മള് കണ്ടല്ലേ. നീ എന്ത് പണ്ടാറോന്ന് ചോദിക്കപ്പോ. ഹായ്. ഹായ്. കഴിച്ചോ? കഴിച്ചു. എന്താ നിക്കണേ? ബാ ഇരിക്കും.
നിങ്ങളുടെ പേരെന്താ? സച്ചിൻ അമൽ. ഞാൻ റീനു, ഇത് കാർത്തിക. ആ വന്നപ്പോ എന്തായിരുന്നു പ്രശ്നം? അല്ല അത് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഒരാള് വട്ടം ചാടിയതാ. അപ്പൊ ഞാൻ പെട്ടെന്ന് പാനിക്കായി. ബ്രേക്കാന്ന് കരുതി ആക്സിലേറ്റർ കൂട്ടി. മറ്റേ എന്തേ പുള്ളി ആദ്യമാണോ? പുള്ളി താത്തയ്യനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയതാ. വിളിക്കണോ? അവിടെ నిన్నోటే. అది నేను స్కూల్ నుంచి వచ్చేటప్పుడు ఒకసారి కింద పడిపోయా. అయితే లేచేసరికి అందరూ వెళ్ళిపోయారు. అప్పుడు నేను వెళ్తా. గుడ్ నైట్. రేపు ఎక్కడికి వెళ్తున్నావు? అది അമൽ ഡേവിസ് ഒരു രസികൻ തന്നെ. അത്താഴം കഴിഞ്ഞ് എന്നും ഇതുപോലൊരു മുറുക്ക് പതിവുണ്ടോ? ഞങ്ങളിത് നടാടയാ. ആ നടയടിയാ? നടാടാ എന്ന് വെച്ചാ അവരാദ്യമായിട്ടാണ് ഡെബ്യൂ. ഓ നിങ്ങളുടെ കാർ അടിപൊളിയാണല്ലോ. സ്വന്താ? അല്ല അത് അമലിന്റെ കസിന്റെയാ. ഓ അപ്പൊ ഹൈദരാബാദ് ഫുൾ ചുറ്റി കറിയിട്ടുണ്ടാവല്ലോ. എവിടാ ഇവൻ പരിപാടിക്ക് അവസാനിപ്പിച്ച് ചെന്നൈക്ക് പോലേ. അതെന്തുപറ്റി? അപ്പൊ ഇവിടുത്തെ ഗേറ്റ് കോച്ചിങ് ഒക്കെയോ? അല്ല ഇവിടത്തെ കോച്ചിങ് ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. ഞാൻ ചെന്നൈ പോയിട്ട് എന്തെങ്കിലും ഒരു ജോലി സെറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഹൈദരാബാദിൽ തന്നെ ജോലി സെറ്റ് ചെയ്യാൻ പാടില്ലേ? അല്ല എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെയാ. പിന്നെ എനിക്ക് ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് നിക്കാൻ വേറെ റീസൺ ഒന്നുമില്ല. അത് ശരിയാ. പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലെങ്കിൽ നിക്കണ്ടാത്ത നല്ലത്. പോയാലോ? ഞങ്ങള് കിടക്കാൻ പോവാ. നല്ല ടയർഡാ. നാളെ രാവിലെ കല്യാണത്തിനാണ്. കാണാം. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്നെ സംസാരിക്കാൻ ഉന്തി തള്ളി വിട്ടിട്ട് നിന്റെ ഇവിടെ കിടന്ന് വൺ മാൻ ഷോ. എടാ നീയോ മിണ്ടള്ള. ഞാനും കൂടി മിണ്ടാണ്ടിരുന്നെങ്കി ഐറ്റങ്ങൾ ഇതിൽ കിടന്ന് ഉറങ്ങിയാനെ. ഞാനേ ഇനി ഒരക്ഷരം മിണ്ടൂലട്ടാ. അമല അങ്ങനെ പറയലടാ. എന്താ എന്ത് എന്താടാ? അവരാണെങ്കി ഇത് അങ്ങോട്ടേക്കാ പോയെ. ഇവനിത് എവിടെ നിന്ന് മേളിന്ന് വന്നു? അതെ, ഇവര് ഊണ് കഴിഞ്ഞ് പോകാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല കേട്ടോ. സുബിം വരെ ഇത് കഴിഞ്ഞിട്ട് അവരെന്തോ മലയോ അമ്പലോ അങ്ങനെ എന്തൊക്കെ കാണാൻ പോണ്ടെന്ന്. അതൊക്കെ കഴിഞ്ഞ് വണ്ടി കയറി കുടുങ്ങി ഹൈദരാബാദ് എത്തുമ്പോൾ നേരം വിളിക്കും. ആദ്യം ഇല്ല. ആദ്യമില്ലേ? ഇല്ല. ആദി ഞങ്ങളോട് തിരിച്ചു വരുന്നില്ല. ഓ സോറി ഞാനത് പറയാൻ മറന്നുപോയി. എനിക്ക് അത്യാവശ്യമായിട്ട് വിശാഖപട്ടണം വരെ ഒന്ന് പോകണം. അവിടെ എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരു തെങ്ങും തോക്കും. സോ അവിടെ വളവടിയിൽ നടക്കുകയാണ്. ഞാൻ ചെല്ലാൻ നേറ്റു. ആദ്യം ഇല്ലാത്തോണ്ട് സുബിന്റെ താണ്ടവായിരിക്കും വണ്ടിയില്. സത്യം. This girl is really funny, huh? Uncle, eat, huh? എന്റെ മോനെ സ്വന്തം മോളുടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും വിഷമം ഉണ്ടാവില്ല നിന്റെ മുഖത്ത്. ഇല്ലടാ, റീനുവിനെ കണ്ടൊന്നും യാത്ര പോലും പറയാൻ പറ്റിയില്ല. എടാ അവിടെ മാരത്തോൺ കൈ നോട്ടണം നടന്നുകൊണ്ടിരിക്കണത്. റീനുവിന്റെ കൈ നോക്കി ലക്ഷണം പറയുന്നു, മുഖം നോക്കി ലക്ഷണം പറയുന്നു. അതിന്റെ ഇടയിലോട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ചെന്നാലുണ്ടല്ലോ. നമുക്ക് പോവാം. അങ്ങനെ ആദ്യം കഴിഞ്ഞു. ഇതെന്ത് പഴോ? ഇതെവിടെ നിന്ന് അടിച്ചു ബുക്ക് ചെയ്താ? പഴം കാക്കാൻ നീ എന്ത് കൊരങ്ങനാ? പോണ വഴിക്ക് കഴിക്കാ, ബാക്കിലോട്ട് വെക്കി. അമലേ, എടാ പോവാണോ? ഞങ്ങൾ ഇറങ്ങാണ്. ഞങ്ങളും കൂടെ വരട്ടെ. എങ്ങോട്ട്? ഹൈദരാബാദിലോട്ട്. അതിനിപ്പോ എന്താ, വായോ ഒരുമിച്ച് പോവാലടാ. റീനു എന്തേ? വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരണം. ഒരു 10 മിനിറ്റ് ഞാൻ റീനു. വൈകരുത്, പോയിട്ട് വേറെ പരിപാടികളാണ്. വൃത്തിയിട്ടോനെ നീ എന്ത് തെണ്ടിത്തരോ കാണിച്ച് ജാടറിനാടാ തെണ്ടി. ഇല്ലടാ, ഞാൻ നിന്നെ പോലെ വായിന്ന് വെള്ളം ഒഴുക്ക. ഇതൊന്നും നമുക്ക് പുത്തരിയല്ലെന്ന് അവർക്ക് തോന്നണം, എന്നാലേ കുറച്ച് വില ഉണ്ടാവുള്ളൂ. പിന്നെ 10 മിനിറ്റ് അല്ല അരമണിക്കൂറായാലും നമ്മൾ വെയിറ്റ് ചെയ്യുമല്ലോ. അരമണിക്കൂർ അപ്പൊ ബാക്കിയാ? നോ വേ നോ വേ നോ വേ. ആദ്യം ഞങ്ങൾ ഓൾറെഡി ടയേർഡാണ്. പെട്ടെന്ന് വീട്ടിലെത്തണം. ഇനി ലേറ്റ് ആവാൻ പറ്റത്തില്ല. അതാ എന്റെ പൊന്നറിയുന്ന പൊട്ട വണ്ടിക്ക് ബ്രേക്ക് പോലും ഇല്ല. അല്ല, ഞാൻ ഇന്നലെ ഒരു അരമണിക്കൂർ മാറിയപ്പോ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചേ? എനിക്കാണെങ്കിൽ വിശാഖപട്ടണത്ത് വളവടിയിലും ആയിപ്പോയി. ഒരു കാര്യം ചെയ്യാം, ഞാൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാം.
എന്നിട്ട് നിങ്ങളോട് വരാം. എന്റെ പൊന്നാതി ഇത്ര സീനാക്കേണ്ട ആവശ്യം എന്താണ്? എനിക്കാണ് ചെന്നിട്ട് ലോഗ് ചെക്ക് ചെയ്യാനുള്ളതാ. റീനു എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ കൂടെ പോകാൻ പറ്റില്ല. നിങ്ങൾ ശ്രീനിയുടെ സുബിന്റെ കൂടെ പോയാൽ മതി. റീനു ഡോണ്ട് ബി അപ്സെറ്റ് യാർ. ശരിയാണ്, ഒരു പുരുഷൻ പറഞ്ഞിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടവളല്ല സ്ത്രീ. ഓഫ് കോഴ്സ് ഇറ്റ്സ് യുവർ ചോയ്സ്. ബട്ട് ഈ ട്രിപ്പിന്റെ ലീഡർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ സേഫ്റ്റി ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. റീനുവിന് അത്രയ്ക്ക് യു ഷോ അത്രയ്ക്ക് നിർബന്ധമാണ്. പിന്നെ ഞാനൊന്നും പറയുന്നില്ല. ബട്ട് ബിഫോർ ദാറ്റ് ഓക്കെ കമാൺ. പയ്യടെ കേട്ടാ ആള് ശരിയല്ലട്ടാ. നമ്മളാരും ശരിയല്ല. സെൻഡ് യുവർ ലൈവ് ലൊക്കേഷൻസ്. ഐ വിൽ ബി ട്രാക്കിംഗ് യു. ഓക്കെ. പിന്നെ ഓരോ 1 അവറിലും ടെക്സ്റ്റ് മെസ്സേജ് അയച്ച സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യണം. ശരി. ഗുഡ്. ഓക്കെ. ഒരു ട്രിപ്പിന്റെ ലീഡർ ആയാലുള്ള ഉത്തരവാദിത്തങ്ങളെ. അത് ഈ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ പൊക്കോട്ടെ. കുറച്ചേരം കൂടി നിർന്നെങ്കിൽ അവനും കേറിയിരുന്നേനെ. മണ്ണഞ്ചാരി നിന്ന് പെണ്ണും കൊണ്ടുപോയല്ലേ? വാട്ട്? അല്ല, വണ്ടി മണ്ണും പൊടിയൊക്കെ പറത്തിയാണ് പോണേന്ന് പറഞ്ഞത്. അമൽ ഡേവിസേ, എടാ ഈ റൂഫ് ഒന്ന് ഇടുവോ? അങ്ങനെ വെയിലുള്ളത് പോവായിരുന്നു. അയ്യോ, അത് പറയാൻ വിട്ടുപോയി. ഇതിന്റെ റൂഫ് ജാമാ, വെയിലുള്ള. അടയില്ലത്. ഹൈദരാബാദ് എത്ര വരെ ഇങ്ങനെ പോണോ? എടാ എന്നാ സ്പീഡിലെങ്കിലും പോവും. അയ്യോ, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്നല്ലേ പ്രമാണം? എന്നാ എന്റെ പ്രമാണം അങ്ങനെയല്ല. അമൽ ഡേവിസ്, ഞാൻ ഓടിച്ചോട്ടെ കുറച്ചു നേരം? ഇവൻ ആളിത്തിരി പെശക, കയ്യില് നിക്കില്ല. അത് സാരല്ല, ഞാൻ ഒതുക്കിക്കോളാം. സൈഡാക്ക്. സോറി റീനു, ബ്രേക്കേ കുറച്ച് കുറവാട്ടോ. അത് ചവിട്ടുമ്പോ ശ്രദ്ധിച്ചാ മതി. പാനിക് ആവൊന്നും വേണ്ട. പേടിക്കണ്ട അമൽ ഡേവിസേ. പേടിയില്ല, രസമല്ലേ? ഇത് കൊള്ളാലോ. അല്ലേടാ? बड़ी मोटर गाड़ी ले है, किलोमीटर राइड ले है, गली गली छुट्टी डूम सिटी बॉर्डर कर ले. मिनी कूपर पारेंगे है, सीनी सुपरस्टार है, सेरी सेरी सुनालूं वेरी वेरी लॉन्ग जर्नी. ओडी पगरेश्वरी मिनी महाराणिगळे बोरी बोरी वेइले चिलविरुदुगळ पलवीलुगळी कथ एळुदुगयाई परवशवधया. എവിടെയാടാ കൊണ്ട് നിർത്തിയ? കണ്ടത്തിന്റെ അടുക്ക. ഇത് ഞാൻ വെട്ടി തെളിച്ച വഴിയല്ല, ഗൂഗിൾ മാപ്പ് പറഞ്ഞാണ്. സച്ചിനെ, ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയാണ്, ഒന്ന് റിസ്ക് എടുക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ 20 കിലോമീറ്റർ ആണ് ലാഭം. അന്ന് നോക്കാം. ഇനി കുറുക്കു വഴിയൊന്നും വേണ്ട. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ എടുക്കാം ഇനി വണ്ടി. മെനി 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 മേനി നടിക്കണ കൂടി നടക്കണി, വരി വരി വരിലേന തിരിക്കണതെന്ത് മെനക്കേടേ. ശരി സാരെ മേരെ മേരെ ആകെ പീछे भी हम तारों जैसे रातों में से आए चारों ही. പാതിരാവിലെ പാരിജാതമേ പാകലാക്കലെന്നെ ഒരു ഫെയറി ടെയിലിൽ ഫയറി പെണ്ണോ ഡ്രൈവിംഗ് സീറ്റിലേറി. റോഡ് മാറ്റി ചെറു മോഡലായ ചില റോഡിലായ പോലെ ഈ പേരിൽ നാലും പോലും നേരം ലോകം ചുമ്മാ പിന്നാലോടും. 2000 ആയല്ലോടാ കൊടുത്തത്. എടാ ഞങ്ങൾ കൊടുക്കാം. കുഴപ്പമില്ല. मोटर गाड़ी ले है, किलोमीटर राइड ले है, गली गली छुट्टी डूम सिटी बॉर्डर कर ले. मिनी कूपर पारेंगे है, सीनी सुपरस्टार है, सेरी सेरी सुनालूं वेरी वेरी लॉन्ग जर्नी. നീ അവളെ ചേഷ്ടകളൊക്കെ ഒന്ന് ക്യൂട്ടായിട്ട് വാച്ച് ചെയ്തേ. ബാക്കി എന്താ? നത്ത് നോക്കണ പോലെ നോക്കാനല്ല പറഞ്ഞില്ല. നിനക്കെന്റെ റൊമാൻറ്റിക് അറിയില്ല. എന്തുന്നാ അതിലേക്ക് നിർണത്? എന്തു നീ കാണിക്കണത്? ഇതല്ലെങ്കിലേ അവന്മാര് ബാക്കി വന്നത് വേറെ ആൾക്കാർക്ക്. കൊണ്ടലെ ചേല് കണ്ടിലെ സൈറ്റ് സീൻ പോലെ മൈ ഫേവറേറ്റ് ബ്രൈറ്റ്
റൈഡിലെ ഗല്ലി ഗല്ലി ചുറ്റിടും സിറ്റി ബോർഡർ കേറില്ലേ